ഹായ്, നമ്മൾ ഇന്നൊരു അയില വാഴയിലയിൽ പൊള്ളിച്ചതാണ് ചെയ്യുന്നത്. അതിനായിട്ട് നമുക്ക് മസാല തയ്യാറാക്കാം. അതിന് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്കൊരു 8 പീസ് വെളുത്തുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞത് നന്നായിട്ട് ഇതിട്ട് ഫ്രൈ ചെയ്യുക. ഇതിൻ്റെ ഒരു പച്ചമണം മാറി നല്ല ഫ്രൈ ആവുന്നിടം വരെ ഫ്രൈ ചെയ്യുക. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് ഫ്രൈ ആയി വരട്ടെ. തീ കുറച്ചിടുക. ഇതിപ്പോൾ ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന 4 സവാള കൊത്തി അരിഞ്ഞതാണ്. ഈ സവാളയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. സവാളയൊന്ന് വഴണ്ട് വരുമ്പോൾ ഇതൊന്ന് ഫ്രൈ ആവാൻ വേണ്ടി അതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഈ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇടുന്നത് ഇത് പെട്ടെന്നൊന്ന് ഫ്രൈ ആവാൻ വേണ്ടിയിട്ടാണ്. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് ഒരുപാട് ബ്രൗൺ നിറമാവേണ്ട ആവശ്യമില്ല. ഈ സവാളയുടെയൊക്കെ പച്ചമണം മാറുന്നിടം വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിപ്പോൾ ഏകദേശം വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിനു വേണ്ടി നമ്മൾ 2 അയിലയാണ് എടുത്തിരിക്കുന്നത്. ഏത് മീൻ വേണമെങ്കിലും ചെയ്യാം, വലിയ മീൻ വേണമെങ്കിലും ചെയ്യാം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ കുരുമുളക് പൊടി, 1/2 സ്പൂൺ ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഉപ്പ് നേരത്തെ ചേർത്തിട്ടുണ്ട്, അതിനനുസരിച്ച് ചേർക്കുക. ഇനി ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, ഇത്രയും ചേർത്ത് നന്നായിട്ട് ഇളക്കുക. ഈ പൊടിയുടെയൊക്കെ പച്ചമണം മാറുന്നിടം വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. തീ വളരെ കുറച്ചിടുക. ഇപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളൊരു വലിയ തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഇടുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിപ്പോൾ മസാലയൊക്കെ ഏകദേശം ഇതായിട്ടുണ്ട്. ഇതൊന്ന് പേസ്റ്റ് രൂപമാകുമ്പം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. മസാലയൊക്കെ ഓക്കെ ആയിട്ടുണ്ട്, നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. നമുക്കിനി ഇത് ആറാനായിട്ട് മാറ്റി വെക്കാം. ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഈ മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് 1 സ്പൂൺ മുളക് പൊടി, 1 വലിയ സ്പൂൺ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ്, ഇത്രയിട്ട് നന്നായിട്ടൊന്ന്
വെള്ളം ഒഴിച്ച് യോജിപ്പിച്ചിട്ട് മീനൊന്ന് പകുതി ഫ്രൈ ആക്കി എടുക്കണം. നല്ലപോലെ ഫ്രൈ ആവേണ്ട ആവശ്യമില്ല. നമ്മളിത് വാഴയില വെച്ചിട്ട് വീണ്ടും ഇത് വേവിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പകുതി ഫ്രൈ ആക്കി എടുക്കണം. അതിനുവേണ്ടി ഈ മസാല തയ്യാറാക്കാം. നന്നായിട്ട് കുഴച്ചെടുക്കുക. ഈ മീൻ മസാലയിൽ പുരട്ടിയിട്ട് വേണമെങ്കിൽ നമുക്കൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഞാൻ പക്ഷേ ഉടനെ തന്നെ എടുക്കുകയാണ്. അങ്ങനെ വെച്ചാൽ കൂടുതൽ മസാല അതിനകത്ത് നന്നായിട്ട് പിടിക്കും. ഈ 2 മീനും ഇട്ട് നന്നായിട്ട് ഇതിനകത്ത് മസാല പുരട്ടുക 2 സൈഡിലും. ഇപ്പോൾ 2 മീനും മസാല നന്നായിട്ട് പുരട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ടൊരു പാൻ വെക്കുക. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണയൊന്ന് ചൂടാവുമ്പോൾ നമുക്ക് മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. 2 സൈഡും പകുതി വീതം ഫ്രൈ ചെയ്തെടുക്കുക. തീ കുറച്ച് തന്നെ ഇടണം, കരിഞ്ഞു പോകരുത്. ഈ മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ മീൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ബാക്കിയുള്ള അരപ്പ് നമുക്ക് ഈ മീനിൻ്റെ പുറത്ത് തേച്ച് കൊടുക്കാം. ഇനി ഇതൊരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആവണം, എന്നിട്ട് തിരിച്ചിടാം. തീ വളരെ കുറച്ച് തന്നെ ഇടുക. ഇനി ഒരു സൈഡ് ഇത് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്, നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇലയ്ക്കകത്തിരുന്ന് നന്നായിട്ട് വേവും. 2 സൈഡും തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ചുകൂടി എണ്ണ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇതിനായിട്ട് 2 വാഴയില എടുക്കുക, അത് വാട്ടിയെടുക്കുക. അതിലേക്ക് നമുക്ക് മസാല കുറച്ച് മീനിൻ്റെ വലിപ്പത്തിൽ ഇട്ട് കൊടുക്കാം. മസാല ഇട്ട് നിരത്തി കൊടുത്തിട്ട് നമുക്ക് മീനെടുത്ത് അതിൻ്റെ മുകളിൽ വെക്കാം. മീൻ വെച്ചതിന് ശേഷം വീണ്ടും ആ മസാല അതിൻ്റെ പുറത്തെല്ലാം ഫില്ല് ചെയ്യുക. ഇനി ഇതിലേക്ക് ഇടാനായിട്ട് ഞാൻ ഒരു വലിയ സവാള, ഒരു വലിയ പീസ് തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പം ഓരോ തക്കാളി സവാളയായിട്ട് അതിൻ്റെ പുറത്ത് ഫില്ല് ചെയ്ത് കൊടുക്കുക.
വെച്ചിട്ടിത് 4 സൈഡും മടക്കിയെടുക്കുക. വലിയ ഇല എടുക്കുന്നതാണ് നല്ലത്. ഇത് മടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. വലിയൊരു തൂശനല്ല, ഈ രണ്ടാമത്തെ ഫില്ല് ചെയ്യുന്ന അതേ വലിപ്പത്തിലുള്ള ഇല എടുക്കുന്നതാണ് നല്ലത്. അത് വാട്ടിയിട്ട് അതാവുമ്പം നമുക്ക് നന്നായിട്ട് പൊതിയാൻ പറ്റും. വീണ്ടും രണ്ടാമത്തെ മീൻ അതുപോലെ തന്നെ ചെയ്യുക. മസാല ഇടുക, മീൻ എടുത്ത് വെച്ച് അതിൻ്റെ പുറത്തും ഫില്ല് ചെയ്തിട്ട് സവാളയും തക്കാളിയും വെച്ച് നന്നായിട്ട് പൊതിഞ്ഞെടുക്കുക. അപ്പോൾ ഇതെല്ലാം ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് സവാളയും തക്കാളിയും വയ്ക്കാം. ഇനി ഇത് നമുക്ക് പൊതിഞ്ഞു കൊടുക്കാം. 2 സൈഡിൽ നിന്നും എടുത്ത് പൊതിഞ്ഞു കൊടുക്കാം. ഈ വാഴയിലയുടെ തന്നെ നാര് നമ്മൾ വെച്ചേക്കണം ഇത് കെട്ടാനായിട്ട്. എന്നിട്ട് ആ നാര് കൊണ്ട് തന്നെ നമുക്കിത് കെട്ടിക്കൊടുക്കാം. നന്നായിട്ട് കെട്ടിക്കൊടുക്കുക. പക്ഷെ ഇത് 2 സൈഡിൽ നിന്നും കെട്ടുന്നതാണ് നല്ലത്. കാര്യം ഇപ്പോൾ ഇത് ഒരു സൈഡിൽ നിന്ന് കെട്ടുമ്പോൾ അത് അഴിഞ്ഞു പോകുന്നുണ്ട്. 2 സൈഡിൽ നിന്നും കെട്ടിയാൽ അത് നല്ലപോലെ തന്നെ ഇരിക്കും. വീണ്ടും ഞാൻ ഒരു സൈഡ് കെട്ടി കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് കെട്ടിക്കൊടുക്കുക. ഇല്ലെങ്കിൽ നമ്മളിത് ചട്ടിയിൽ തിരിച്ചൊക്കെ ഇടുന്ന സമയത്ത് ഇളകിപ്പോവും. ഇനി ഇതുണ്ടാക്കാനായിട്ട് നമുക്കൊരു ചട്ടി ഗ്യാസിൽ വെക്കാം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ വെളിച്ചെണ്ണ ഒഴിക്കുന്നത് ഈ ഇല അടിക്ക് പിടിക്കില്ല. ഈ ഇലയ്ക്കകത്തൂടെ ഈ വെളിച്ചെണ്ണയൊക്കെ ഉള്ളിൽ ചെന്ന് നമ്മൾ മീൻ പൊള്ളിക്കുന്നതിന് നല്ല ടേസ്റ്റാണ്. അപ്പോൾ തീ നന്നായിട്ട് കുറച്ച് തന്നെ ഇടുക. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഈ കെട്ടി വെച്ചിരിക്കുന്ന മീൻ അതിലേക്ക് വെച്ച് കൊടുക്കാം. ഇപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മീൻ വെച്ച് കൊടുക്കാം. 2 സെറ്റ് മീനും ഇതിനകത്ത് തന്നെ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു അടപ്പ് കൊണ്ട് ഇത് അടച്ചു കൊടുക്കാം. തീ വളരെ കുറച്ച് തന്നെ ഇടണം. ഇനി ഇത് ചെറിയ തീയിലൊന്ന് നന്നായിട്ട് വെന്ത് വരണം. ഇപ്പോൾ ഇത് ഏകദേശം വെന്തിട്ടുണ്ട്. നമുക്ക് അടപ്പ് മാറ്റിയിട്ട് നോക്കാം. ഇനി ഇതിനെ തിരിച്ചിട്ട് കൊടുക്കണം. വീണ്ടും ഇത് അടച്ച് വെക്കുക. ആ സൈഡ് നന്നായിട്ട് വേവിക്കുക. ഇപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ഇറങ്ങി നന്നായിട്ട് ഇത് വെന്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് വെന്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു ഇലയിലേക്ക് എടുത്ത് വയ്ക്കാം. 2 സൈഡും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇപ്പോൾ മീൻ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇങ്ങനെ കുറച്ച് സമയം എടുക്കുമെങ്കിലും നല്ല ടേസ്റ്റാണ്. ഏത് മീനിലും ഉണ്ടാക്കാം.
ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. രണ്ട് സൈഡും ഒന്ന് തുറന്ന് നോക്കാം. നല്ല ചൂടാണ്. അപ്പോൾ ഇത് ഉള്ളിലെല്ലാം നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. നല്ല ചൂടാണ്. നല്ല പീസൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റാണ്. കുറച്ച് കഴിഞ്ഞ് യൂസ് ചെയ്യാനാണ് നല്ല ഈ അരപ്പൊക്കെ നന്നായിട്ട് പിടിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.